Hi friends, welcome back to Prettythings. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം കൊണ്ട് അതിരുചികരമായ മാംഗോ മൂസ് ആണ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. പ്രസ് ചെയ്യുമ്പോൾ ഓൾ പ്രസ് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് രുചികരമായ മാംഗോ മൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മാമ്പഴം കൊണ്ട് രുചികരമായ പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പലതരം മാംഗോസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ബദാമിയുണ്ട്, അൽഫോൺസോയുണ്ട്, പിന്നെ ഒരു റെഡ് കളറിലുള്ള മാംഗോയും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മാംഗോ പീൽ ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണ് ഇത്. ഇനി ഇതിലേക്ക് ആവശ്യമായത് 1 കപ്പ് തൈര്. ഞാനിവിടെ പുളിയില്ലാത്ത കിട്ടുന്ന യോഗട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കാർഡമം പൗഡർ. അപ്പോൾ ഞാനിത് ഏലക്കയും പഞ്ചസാരയും കൂട്ടി പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര. അപ്പോൾ നമുക്കിനി ഇതെല്ലാം മിക്സിയിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം ഞാൻ വെള്ളം ഒഴിക്കാതെ ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്, നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പം നാട്ടിലാണെങ്കിൽ പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്താൽ മതി. അപ്പം മാങ്ങ പൊതുവേ ചൂടാണ്, അപ്പോൾ തൈരും കൂടി ചേരുമ്പോൾ അത് നല്ല കോമ്പിനേഷനാണ്. നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ അത് വളരെ നല്ലതാണ്. മാങ്ങയ്ക്ക് മധുരമുള്ള കാരണം ഞാൻ കുറച്ച് ഷുഗറാണ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാങ്ങയുടെ മധുരം അനുസരിച്ച് ഷുഗർ കൂടുതലിടുകയോ കുറച്ചിടുകയോ ചെയ്യാം. ഇനി നമുക്കിത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ അടിച്ച കാരണം ഇത് നല്ല തിക്നെസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഐസും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഇത് വീണ്ടും നന്നായി അടിച്ചെടുക്കും. അപ്പോൾ മധുരം കുറവാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് തിക്നെസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് 2 തരത്തിൽ പ്രസൻറ്റ് ചെയ്യാം. തിക്നെസ് കൂടുതലാണെങ്കിൽ മാംഗോ മൂസ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി വാട്ടറി ആവണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് മാംഗോ ലസ്സി ആയിട്ടും നമുക്കിത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ രുചികരമായ മാംഗോ മൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇത് ചെറി വെച്ച് ഗാർണിഷ് ചെയ്യുകയാണ്. എപ്പോഴും മാംഗോ ജ്യൂസ് അടിക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please comment, subscribe and share. Thank you so much for watching.